എടാ ദിസ് ഈസ് ഇതിൽ എടാ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഇതയം മുരളി എന്ന് പറഞ്ഞുകൊണ്ടൊരു പടം കണ്ട അഥർവയുടെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പടം പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ ലൈക്ക് പുള്ളിക്കാരന് ആരെയൊക്കെ കാണുന്നു അവർക്കെല്ലാം പ്രണയം തോന്നും. ഓക്കെ, ദിവ്യമായ പ്രണയം. എന്നാൽ അവൻ്റെ വായിൽ വാഴയ്ക്കൊപ്പം തിരികെ വെച്ചേക്കണോണ്ട് തന്നെ ആരുടെ അടുത്തൊന്നും പറയാനൊന്നും പറ്റില്ല. കൂടെ ഇരിക്കണ കുറേ കൂട്ടുകാരന്മാരുണ്ട്. അവന്മാർക്ക് പടം തീരാറായപ്പോഴാണ് അറിയണത് ഓ ഞങ്ങളെങ്കിലും സഹായിക്കണമായിരുന്നു എന്നുള്ള അങ്ങനത്തെ കുറേ മൊണ്ണേഷ് കൂട്ടുകാരന്മാർ. അങ്ങനെ ഓരോരോ സ്റ്റേജിൽ ഓരോരോ നായികമാർ വരും. ചെറുപ്പത്തിൽ ജോണീറ്റ ഗാന്ധി, ഒരു ടീനേജ് പ്രായം നമ്മളെ പ്രീതി മുകുന്ദൻ, പിന്നെ ഒരു കോളേജ് ടൈമിൽ കയാദു ലോഹർ, പിന്നെ അതിനുശേഷം മാളവിക വരും മാസ്റ്ററില, പിന്നെ അതിനുശേഷം വീണ്ടും പ്രീതി മുകുന്ദൻ റീലോഡ് അടിച്ച് വരും. അങ്ങനെയൊക്കെ ഇത്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ഫാസിലുണ്ട് കഥ കേൾക്കാനായിട്ട് ഒരാൾ. പിന്നെ ഇത് ഈ ജോണീറ്റ ഗാന്ധിയുടെ ഒരു കേസ് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, അതായത് പുള്ളിക്കാരൻ്റെ ടീച്ചർ ചെറുപ്പത്തിലുള്ള ഒരു ഇതായിട്ടാണ്. എന്നിട്ട് അവിടെ ഒരു വഴി കൂടെ പോണ ഒരു ഓട്ടോക്കാരൻ വേറെ പടത്തിലൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ എഴുതി പിടിപ്പിച്ചേക്കണം അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ടീച്ചറാണ്. എന്ന് പറഞ്ഞാൽ ടീച്ചറിനെ ഇഷ്ടപ്പെടാത്ത ആരടാ ഉള്ളതെന്നുള്ളത് വല്ല വല്ല മടൽ വെട്ടി അടിക്കണമായിരുന്നു എനിക്ക് ആ സീന് കേട്ടപ്പോൾ തോന്നിയത്. നമ്മൾ മറ്റേ പഠിക്കാൻ പോണത് ഈ പറഞ്ഞ പോലെ ടീച്ചറിനെ പ്രേമിക്കാനല്ല. ഓക്കെ, അങ്ങ് ജനറലൈസ് ചെയ്തങ്ങ് പറയാണ് കേഴാൻ കെട്ടാവാൻ. അങ്ങനെ ഈ പ്രീതി മുകുന്ദൻ്റെ കഥ അങ്ങനെ ഓരോരോ കഥ ഇങ്ങനെ പോകുമ്പോഴും സത്യം ഇവിടെ ബാധർന്നങ്ങ് പറയടേ. ഇപ്പം മറ്റേ ഭൈരവയിൽ വിജയണ്ണൻ ചെന്ന് ഒരുത്തൻ്റെ അണ്ടകടാകം നോക്കി ഇടിച്ച് മറ്റേ കീർത്തി സുരേഷിന് പൂ കൊടുത്തിട്ട് ലവ് യു പറയും പോലെ അല്ല, പാടുള്ള പരിപാടിയാണ്. എന്നാലും ഒരു ഇത് മര്യാദ വേണ്ടേ? ഇപ്പം ഇവർ പൈസ പൊട്ടിച്ച് അമേരിക്കയിൽ ഷൂട്ട് ചെയ്യേണ്ട സാധനം അമേരിക്കയിലാണ്, അട്ടക്കുളങ്ങരയിലല്ല വന്ന് ഷൂട്ട് ചെയ്യണം. എന്നിരുന്നാൽ പോലും ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ പേരിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ വെറും അപരാധം. ഇതിലെനിക്ക് ആകെപ്പാടെ കൊള്ളാൻ തോന്നി വെച്ചാൽ 1-2 പാട്ടുകൾ മാത്രം കൊള്ളാം. നൈസായിരുന്നു, ധനുഷ് പാടിയ ഇൻക്ലൂഡിങ് ഒരു പാട്ട്. അല്ലാത്ത പക്ഷം പ്രത്യേകിച്ച് നല്ലതൊന്നും പറയാനില്ലാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ തുടക്കം തൊട്ട് ഒടുക്കം വരെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്ന ഒരു പടം. അത്രയേ ഉള്ളൂ ഇതയം മുരളി.